ലോഡ് പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് സങ്കീർത്തനം 2-ാം അധ്യായമാണ്. കഴിഞ്ഞ ദിവസത്തിൽ 1-ാം അധ്യായം നമ്മൾ കണ്ടു. ഇന്ന് 2-ാം അധ്യായമാണ്. സങ്കീർത്തനം 2-ാം അധ്യായം എഴുതിയത് ദാവീദാണെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധിക്കും. കാരണം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ കാരണം നമുക്ക് മനസ്സിലാകും ഇത് അവൻ്റെ അഭിഷിക്തന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ എന്ന് പറയുമ്പോൾ അറിയാം ഇത് ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന്. ഹല്ലേലൂയ. സോ എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതാൻ ഇടയായത്? എന്തായിരുന്നു ഇതിൻ്റെ മുഴുവൻ പർപ്പസും? ദൈവത്തിനെതിരെ പോരാടുന്ന ഒരു കൂട്ടം ജനതയും റിബല്യൻ പീപ്പിളിനെയും നേഷന് എതിരായി എഴുന്നേൽക്കുമ്പോൾ യേശുവിനെ ദൈവം നിയോഗിച്ചിരിക്കുന്നു രാജാവായെന്ന് കാണിക്കുവാനാണ്. എത്ര മനുഷ്യൻ പോരാടിയാലും ദൈവം യേശുവിനെ രാജാവായി നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ഇത് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സങ്കീർത്തനം എഴുതുവാൻ ഇടയായത്. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് കടക്കാം. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളയുക. ഈ സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. ഈ സങ്കീർത്തനം യേശു കർത്താവിന് എതിരായി ജനം എഴുന്നേറ്റപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. The psalm is fulfilled when people opposed Jesus. ഹല്ലേലൂയ. സോ ജാതികൾ എന്തുകൊണ്ടാണ് കലഹിക്കുന്നത്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ ആലോചിക്കുവാൻ തുടങ്ങുന്നു. ഇന്ന് നടക്കുന്ന സംഭവങ്ങളാണ്. എൻഡ് ടൈമിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ്. ഇന്ന് ഓരോ ദിവസത്തിലും ഓരോ നേഷൻസും നമുക്കറിയാം 3 തലമുറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിച്ച് ലോകം മുഴുവനുമായിരിക്കുന്നു. നോഹയുടെ തലമുറകൾ. സോ മെനി നേഷൻസ് എല്ലാവരും ദൈവത്തിൻ്റെ പദ്ധതിയെ റിജക്റ്റ് ചെയ്യുകയാണ്. എന്നാൽ നോഹ ദൈവത്തോട് ചേർന്ന് നടന്നു. പക്ഷേ പല തലമുറകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാം തെറ്റിപ്പോയ ഒരു മകനാണ്. അവനിലൂടെ അനേക കാര്യങ്ങൾ ലോകത്തിൽ ദൈവമക്കൾക്കെതിരായി നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായി നിൽക്കുകയാണ്. ബട്ട് ദൈവം ഇന്നും കൺട്രോളിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നോഹയുടെ 3 മക്കളായ ഷേം, ജാഫേത്ത് ആൻഡ് ഹാം. ഷേമിലൂടെയാണ് യഹൂദന്മാരും അറബികളും അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ജനറേഷനും വരുന്നത്. ഷേമിലൂടെയാണ്. നമ്മളും ആ പദ്ധതിയിലാണ് ഉൾപ്പെടുന്നത്. എന്നാൽ ജാഫേത്ത് യൂറോപ്പ് അല്ലെങ്കിൽ മറ്റ് സം പാർട്ട് ഓഫ് ഏഷ്യ ജാഫേത്തിലൂടെയാണ് വരുന്നത്. എന്നാൽ ഹാം ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ കൂഷ്, ഈജിപ്റ്റ്, ഇതുപോലെ കനാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും ഈ ആഫ്രിക്കൻസാണ് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവരൊക്കെ ഹാമിൻ്റെ തലമുറകളായി വരും. അപ്പോൾ ഒരു അപ്പൻ നോഹയുടെ 3 തലമുറകളാണ് ഇത്. ഓരോരുത്തരും ഒന്ന് മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ 25-ാമത്തെ വാക്യത്തിലാണ് കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമനായി തീരുമെന്ന് പറഞ്ഞത്. ഷേമിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. സോ ഇത് നമ്മൾ എന്തിനാ വായിച്ചെന്ന് വെച്ചാൽ ഈ ലോകം മുഴുവനും സ്പ്രെഡായിരിക്കുന്നത് ഈ ജനതയെ കൊണ്ടാണ്. ഒരപ്പൻ്റെ മക്കളായി ലോകം മുഴുവനും നിറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് ഇന്ന് എത്തിസ്റ്റുകളാണ്. ദൈവത്തിൻ്റെ പദ്ധതി അവർ ഇഷ്ടപ്പെടുന്നില്ല, അതിനെതിരായി അവർ നിൽക്കുന്നു. പക്ഷെ നമ്മളൊരു കാര്യം അറിയേണ്ടത് 4, 5, 6 വാക്യങ്ങളിൽ നോക്കുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു.
യഹോവ എന്നോട് അരുളി ചെയ്തത്. അപ്പം 6 വാക്യം ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. കാരണം ദൈവം ഓൾറെഡി യേശു കർത്താവിനെ രാജാവാക്കി കഴിഞ്ഞു. ഇനി ആർക്കും അതിനെ പദ്ധതിയെ മാറ്റുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവം ചിരിക്കുന്നത്. സങ്കീർത്തനം 2:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പു കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. നമ്മൾ എല്ലാവരും എപ്പോഴും ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ 8ാമത്തെ വാക്യം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. വചനം പറഞ്ഞ്, കർത്താവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ജാതികളെ ചോദിക്കുന്നു, ഭൂമികളുടെ അറ്റം വരെയും അവകാശമായി ചോദിക്കുന്നു എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ വാക്യത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവം ആഗ്രഹിക്കുന്നത്, നീ എൻ്റെ പുത്രനാകുന്നു, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. കാരണം പിതാവ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, മാത്യു ചാപ്റ്റർ 3:17, ദൈവം ഡിക്ലെയർ ചെയ്യുകയാണ്, ജീസസ് ആസ് ഹിസ് സൺ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യത്തിലും, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ, എവ്രി നീ വിൽ ബൗ ടു ജീസസ്, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയേണ്ടി വരികയും ചെയ്യും. ഹല്ലേലൂയ. ഇതൊന്നും ഈ മനുഷ്യർക്കറിയില്ല. അതുകൊണ്ടാണ് പിതാവാം ദൈവം ചിരിക്കുന്നത്. കാരണം ദൈവം യേശു കർത്താവിനെ രാജാവാക്കി, അവനെ തൻ്റെ മകനായി ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെയെങ്കിൽ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. ഈ ഭൂലോകരും അധോലോകരും എല്ലാവരുടെ മുഴങ്കാലും മടങ്ങും. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ മനുഷ്യൻ്റെ രക്ഷകനാണ്. അവൻ സകല ജാതിയുടെയും രാജാവാണ്. മനുഷ്യരൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും, മനുഷ്യർ കാണുന്നത് നമ്മൾ ഭയക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ സത്യത്തെ അറിയുമ്പോൾ നമ്മൾ ഈ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരാകുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രരായതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സേവിക്കുന്ന ദൈവം രാജാതിരാജനാണ്, ദേവാതിദേവനാണ്. അവൻ്റെ പൈതലാകുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ ദൈവ പൈതലേ. നെവർ ഗീവ് അപ്പ്. 10 മുതൽ 12 വരെയുള്ള വാക്യം, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ. ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, യഹോവയെ ഭയത്തോടെ സേവിക്കുവിൻ, പുത്രനെ ചുംബിപ്പിൻ. സെർവ് ദ ലോർഡ് വിത്ത് ഫിയർ, കിസ് ദ സൺ. എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ദൈവം എല്ലാവരെയും വിളിക്കുകയാണ്. എല്ലാ ലീഡേഴ്സിനെയും, അധിപതികളെയും, നേഷൻസിനെയും, രാജാക്കന്മാരെയും, മനുഷ്യരെയും എല്ലാവരോടും പറയാണ്, നിങ്ങൾ യേശു കർത്താവിന് കീഴടങ്ങുവിൻ. ടു സബ്മിറ്റ് ടു ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിനെയാണ് ഈ ഭൂമിയിൽ അധിപതിയായി വെച്ചിരിക്കുന്നത്. ട്രസ്റ്റ് ഹിം. യേശു കർത്താവിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്താൽ നിങ്ങൾ നാശത്തിലേക്ക് പോകും. എന്നാൽ അവനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും. ഈ ഭൂമിയിൽ അനുഗ്രഹത്തെക്കുറിച്ചല്ല പറയുന്നത്. ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ഈ ഭൂമിയിലല്ല നിത്യജീവൻ വെച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ നിത്യതയിലേക്ക് കടക്കുന്നു. പക്ഷേ പൂർണ്ണമായും നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളായി തീരുകയാണ്. എന്നേക്കും ദൈവവുമായിട്ടുള്ളൊരു വാസമുണ്ട് നമുക്ക്. നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത് ആ റാപ്ചറിൽ എടുക്കപ്പെടാനാണ്.
അവനോടുകൂടി എന്നേക്കും യൂണിയനാകുന്നൊരു ദിവസമുണ്ട്. അതിനുശേഷം നമുക്ക് 1000 വർഷം യേശു കർത്താവിനോട് കൂടെയുള്ള വാസം. പിന്നെ നമ്മൾ പുത്തൻ യെരൂശലേമിലേക്ക് കയറുന്നു. ഈ ആകാശവും ഭൂമിയും തീക്കായി ദൈവം വിട്ടുകൊടുക്കുന്നു. നമ്മൾ ദൈവവുമായിട്ടുള്ള വാസമാണ് ദൈവം എന്നേക്കുമായി ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നഷ്ടപ്പെട്ടു പോയ നമുക്കായി യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത്. സഭാപ്രസംഗിയിൽ പറയുന്നു, നിത്യത നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അതറിയുന്നതാണ്, അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. ഇത് നമ്മൾ നേഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ലോകത്തിലെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ അധികാരികളും ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ഫോളോ ചെയ്യുവാനായിട്ട്, ഇന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം നേഷൻസിനെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ രാജ്യത്തും ദൈവത്തിൻ്റെ റിവൈവൽ, എല്ലാ എത്ര ബലാത്കാരമായി ലിവ്യാദാൻ എത്ര ധൈര്യശാലിയായി നിന്നാലും അതിൻ്റെ മേലും അധികാരമുള്ളവനാണ് കർത്താവ് യേശുക്രിസ്തു എന്നാണ് ഈ സങ്കീർത്തനത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവേ, ജാതികൾ നിൻ്റെ അടുക്കൽ വരട്ടെ, നേതാക്കന്മാർ നിൻ്റെ വഴിയിൽ നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളുടെ പ്രശ്നങ്ങളിൽ മാത്രം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ഇഷ്ടത്തെ അറിയുമ്പോൾ ജീവൻ്റെ നദി നമ്മളിലൂടെ പുറപ്പെടും. പ്രേസ് ഗോഡ് ആസ് കിങ്. അവൻ രാജാവാണ്. അവനെ വർഷിപ്പ് ചെയ്യണം. നമ്മൾ ഓരോരുത്തരും പറയണം, യേശുവേ നീ രാജാവാണ്, യേശുവേ ജീസസ് യു ആർ കിങ് എന്ന് പറയണം. നമ്മുടെ ഹൃദയത്തിലൂടെ അത് പുറപ്പെടണമെങ്കിൽ ആ സത്യം നമ്മൾ അറിയുമ്പോഴാണ്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഇന്ന് എത്തിസ്റ്റുകൾ പറയും യേശുവില്ല, ദൈവമില്ല എന്ന് പറയുമ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ലോകം എത്ര എതിർത്താലും